ഹായ് ഹലോ അസ്സാം വലൈക്കും നമസ്കാരം. ഞാൻ കമറുന്നീസ. കമറൂസ് ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു കേട്ടോ. എനിക്കും സുഖം തന്നെയാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ രണ്ടാമത്തെ പെരുന്നാളിൻ്റെ വിശേഷങ്ങളാണ് കാണിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കുറച്ച് ചിക്കൻ കിട്ടിയിട്ടുണ്ട്. അതൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം പൊരിക്കാൻ വേണ്ടിയിട്ട് മസാല ആക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ ഗരം മസാല, പിന്നെ നമ്മൾ കുറച്ച് മല്ലിച്ചപ്പും പുതിനയും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടി അരച്ചതിൻ്റെ ആ നീര് മാത്രം എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒന്ന് അത് അരിപ്പയിലിട്ടിട്ട് ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. മുഴുവനൊന്നും എടുക്കണില്ല, ബാക്കി നമുക്ക് ബിരിയാണിയിലേക്ക് എടുക്കാം കേട്ടോ. അതിന് ശേഷം കുറച്ച് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ എന്താ പറയുക, ഒരു മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ 2 ചെറുനാരങ്ങയുടെ നീരും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായി ഉപ്പും ചേർത്ത് ഇളക്കി ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ 1 മണിക്കൂറൊക്കെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒന്നുകൂടെ ഉപ്പും പുളിയൊക്കെ പിടിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല ഒന്നും കൂടി ടേസ്റ്റ് കൂടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഒന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതൊന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ പൊരിച്ചതിന് ശേഷം നമ്മളതിലേക്ക് ഉലുവയും അതുപോലെ പച്ചമുളക്, കറിവേപ്പിൻ്റെ ഇല ഒന്ന് പൊട്ടിച്ചിട്ട് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. അതിലേക്ക് വറവിട്ട് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക മണവും ടേസ്റ്റും കൂടി വരും. പിന്നെ നമ്മളെ ബിരിയാണി അടുപ്പത്തായിട്ടുണ്ട് കേട്ടോ. ചിക്കൻ പൊരിച്ചിട്ട് തന്നെ നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്നത്. അത് ഡീറ്റെയിലായി കാണിക്കണമൊന്നുമില്ല കേട്ടോ. അതെല്ലാം ശരിയായിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കുറച്ച് തീയിൻ്റെ കണലും കൂടി ഇട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിലും അടിയിലും ചൂടാകുമ്പോൾ പെട്ടെന്ന് നമ്മളെ ദമ്മിടുന്ന പോലെ തന്നെ അങ്ങനെ നമ്മളെ ബിരിയാണിയൊക്കെ ശരിയായിട്ടുണ്ട്. അതിലേക്ക് ഒരു പൈനാപ്പിളിൻ്റെ ചെറിയ പീസുകളൊന്ന് ഇട്ട് കൊടുത്തൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ബീഫുണ്ട്, അതിലേക്ക് തേങ്ങാക്കൊത്തും ഇട്ട് അതും ഇതുപോലെ തന്നെ നമ്മൾ ഉലുവയും പച്ചമുളകും കറിവേപ്പിലയും ഒന്ന് വറുത്ത് അതും കൂടെ ഇടുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോലെ. ഫ്രണ്ട്സിലൊക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നല്ല ചൂടാണല്ലോ, കുറച്ചധികം ലെമൺ ജ്യൂസ് തന്നെ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. ഇടയ്ക്ക് ഇങ്ങനെ ദാഹം വരുമ്പോൾ കുടിക്കാൻ. അതിന് വേണ്ടി കുറച്ച് അണ്ടിപ്പരിപ്പും ഏലക്കായും അതുപോലെ ഒരു കഷ്ണം ഇഞ്ചിയും കൂടി എടുത്തൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ 2-3 ചെറുനാരങ്ങയും കൂടി ഒഴിച്ച് നമ്മൾ ഫ്രിഡ്ജിൽ മാറ്റി വെച്ചാൽ നമുക്ക് ദാഹിക്കുമ്പോൾ എടുത്ത് കുടിക്കാൻ പറ്റിയൊരു ജ്യൂസാണ് കേട്ടോ, ലെമൺ ജ്യൂസ്. ഇന്ന് തൈരിലേക്ക് ഞാൻ കുറച്ച് അനാറും കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ, പച്ചമുളകും അതേപോലെ സവാളയും കൂടെ. അങ്ങനെ നമ്മളെ ഇന്നത്തെ പെരുന്നാൾ സദ്യ ഭയങ്കരമായിട്ടൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാതെ ആക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ചതിന് ശേഷം കുടിക്കാൻ പറ്റിയ ചെങ്ങണക്കാപ്പി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഒരു കഷ്ണം ഇഞ്ചിയും ചെങ്ങണപ്പുല്ലും ചേർത്തിട്ട് കുട്ടികളെല്ലാവരും കൂടെ ഐസ്ക്രീം കഴിക്കുകയാണ് കേട്ടോ. പെരുന്നാളായ എങ്ങനെയാണല്ലോ, കുട്ടികളൊക്കെ കൂടി ഐസ്ക്രീം കഴിക്കുക. അതുപോലെ പുറത്തൊന്നും പോകാൻ പറ്റിയൊരു സാഹചര്യം കേട്ടോ, നല്ല ചൂടാണ്.
വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ കാണുവരെ എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം.